ഇന്നിപ്പോൾ ചെന്നിക്കുഴി കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അത് IPC 436, 302 വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടു. ശിക്ഷയെപ്പറ്റി ഇന്ന് വാദം കേട്ടു. പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് വാദം പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പ്രതിയുടെ പ്രായമൊഴിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമായ ഘടകങ്ങളാണ്. ഇത് ആ വീട്ടിൽ എല്ലാ ഈ വീട്ടിലുള്ള ആളുകൾ, ഇദ്ദേഹം കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ച ആളുകളെല്ലാവരും തന്നെ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നും അവരെ ആരും രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കരുതെന്നും കണക്കാക്കി അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിരുന്നു. ആ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കാണാത്ത രീതിയിൽ ഉള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി മോട്ടറിൻ്റെ വയറ് വരെ വിച്ഛേദിച്ചിട്ടു. അങ്ങനെ പിന്നെ ആ വീട്ടിൽ 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച കുപ്പി എറിഞ്ഞ് ആണ് ഈ കൊലപാതകം നടത്തിയത്. പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അത് പ്രതിഭാഗം പറയുന്നത് അല്ല, അങ്ങനെ ഒരു തെളിവ് കോടതിയിൽ വന്നിട്ടില്ല. അതായത് ഒറ്റ തെളിവെന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇയാൾ ഈ മരിച്ച ഷിബു 35 ലിറ്റർ വീതം കൊള്ളുന്ന 2 കന്നാസുകളിൽ ഡീസലും പെട്രോളും വാങ്ങി. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസ് തന്നെ അത് കടയിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നു എന്നാണ്. ഇതിൽ ഈ പെട്രോളിൽ നിന്നും കുപ്പികളിലാക്കി ഇദ്ദേഹം ആ പെട്രോൾ ഊറ്റിയെടുത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അവിടെ വേറെ പെട്രോൾ ഉണ്ടെന്ന് യാതൊരു തെളിവും വന്നിട്ടില്ല. സാക്ഷിമൊഴികളുണ്ടായിരുന്നു. കൃത്യം കണ്ട ഒരു സാക്ഷി ഉണ്ടായിരുന്നു, രാഹുലിൽ നിന്ന്, അയൽവാസി. അയാളെ ഈ ഇളയ കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ചെല്ലുന്നത്. ഫോൺ വിളിച്ചതിന് തെളിവുണ്ട്. ഫോൺ വിളിച്ചതിൻ്റെ ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ. 50-ാം സാക്ഷി അഷ്റഫ് എന്ന് പറയുന്നത്. 50 PW50. നമ്മൾ 71 സാക്ഷികളെ വിസ്തരിച്ചു. 137 ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഹാജരാക്കി. അടുത്ത ബന്ധുവ അയാളെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ട് അയാളെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞിട്ടുണ്ട്. ആ ഫോൺ കോള്, ആ ഒറിജിനൽ വോയിസ് നമ്മൾ കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത്. പിന്നെ അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്.